ഇത് നമുക്ക് വറക്കാനുള്ള നെത്തോലി. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. എനിക്ക് നല്ല എരി ആവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യത്തിനുള്ള ഇട്ടേക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ഇടുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇന്നിട്ട് കൊടുക്കുക. ഇച്ചിരി ഇടാവുള്ളൂ മഞ്ഞപ്പൊടി. നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാം. നമുക്കിനി ആവശ്യത്തിനുള്ള 1 മുറി നാരങ്ങ. മീനിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ നമുക്ക് 2-3 നാരങ്ങ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. നല്ലപോലെ നമുക്ക് ഇളക്കി ഈ മീനിനകത്തൊക്കെ ഈ മസാല പിടിക്കണം. ഇനി നമുക്ക് മീൻ വറക്കാം. ബാക്കി എല്ലാം പണി കഴിഞ്ഞ് നമ്മൾ അവസാനത്തെ പണി കഴിഞ്ഞത് വാരി കേട്ടോ. ആ സൈഡിൽ ഇവിടെ എണ്ണ ഉള്ളത് കേട്ടോ. നമ്മുടെ നെത്തോലി വറുത്ത മീനുള്ള നല്ല അരിഞ്ഞ സവാള. നമ്മുടെ ആദ്യത്തെ ലെയർ നെത്തോലി മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു വൈബിന് വേണ്ടി വന്നതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ആഹാരം ഇത്രയും, അതും 3 കൂട്ടം കറിയും ചോറും. അത് നമ്മൾ വൈബിന് വേണ്ടി റംബൂട്ടാൻ്റെ കീഴിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ആഹാരം ഞാൻ തന്നെ തിന്ന് ചാവൂലായില്ല. ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാം. ചൂടുണ്ടേ, നല്ല ചൂടുണ്ട്. നമുക്കെല്ലാം കൂടെ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഊത്തി കയ്യേ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ. ഒരു രക്ഷയില്ല. ഞാൻ ഉണ്ടാക്കിയ നല്ല സാധനമാണ്. എന്നാൽ ഏതോ ഒന്ന് എരിയുണ്ട് കേട്ടോ. അത് സത്യസന്ധമായി പറയും. രസത്തിൽ എരിയ അതേ ഉള്ളൂ. രസത്തിൽ വറ്റിലമുളകിൻ്റെ എരി നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നല്ല കിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയ മത്തി മത്തി വെച്ചത് പണ്ട് എൻ്റെ ഫേവറേറ്റ് ആഹാരമാണ് മത്തി. മത്തി വന്ന് വെന്ത് മുഴിഞ്ഞിട്ടുണ്ട് മത്തിയൊക്കെ. നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടായി, അത് എനിക്ക് മനസ്സിലായില്ല. തിന്നോണ്ട് ഇഷ്ടമല്ലോ. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ മീൻ തോരൻ, അതും നെത്തോലി തോരൻ. ബാക്കി ഞാൻ പറയാം, വെയിറ്റ് ചെയ്യണേ. നമുക്കിത് ഇച്ചിരി മിസ്റ്റേക്ക് വന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം. ഈ രസം ഇച്ചിരി എരി ഓടിപ്പോയി. ബാക്കി എല്ലാം സെറ്റാണ് കേട്ടോ. നെത്തോലി മീനൊക്കെ നല്ല സെറ്റ്. ഇത്ര എരി വേണം അവിടെ രസത്തിന്. അത് രസം അങ്ങനെ എരി കൂട്ട വെച്ച് കഴിക്കാത്തതുകൊണ്ട്. കൂട്ടുകാരി വേറെ കാര്യമുണ്ട്. ഈ പണ്ട് മുതലേ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എരി. എനിക്ക് ഒരു സാധനത്തിൽ എരി ഇഷ്ടമല്ല. അതിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം എരി കഴിച്ചതിൻ്റെ. ചുവന്ന മുഖമല്ല ഇടക്ക് എരി. അതാ രസം വെച്ചതിൻ്റെ എഫക്റ്റായിരുന്നു. എണ്ണയ്ക്കകത്ത് എടുത്ത മസാല ഇട്ടു. മസാല ഇട്ടപ്പോൾ പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ തുമ്മലായിരുന്നു. തുമ്മി മൂക്കിക്കൂടെ തലയിൽക്കൂടെ എല്ലാം എരി കയറി. അപ്പോൾ ഇതേപോലെ രസകരമായിട്ടുള്ള വീഡിയോ കാണാൻ എൻ്റെ ചാനൽ ലൈക്കും ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ പറയണം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റും നിങ്ങൾ ഇടണം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാം ഞാൻ ഏറ്റെടുക്കും.
തോന്നൊന്നും രക്ഷയില്ല. സത്യമായി ഞാൻ മീൻ തോന്നൻ തിന്നതല്ലായിരുന്നു. ഇപ്പം എൻ്റെ മീൻ തോന്നായതുകൊണ്ട് ഞാൻ തിന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് നനക്കാം. സത്യസന്ധ ഒരു കാര്യം വേറെ പറയാം, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു.